نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى صدق الله العلي അല്ലാഹുവിന്റെ പേരിൽ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിൽ തന്നെ ഉള്ള മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപന പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അവൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമുഖത്ത് സകലതുമുണ്ട്. അവൻ കടന്നു പോയാലും ഇവിടെ തന്നെ, അതൊക്കെ ഇവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോ യഥാർത്ഥത്തിൽ ഒരു കടത്തിവിടൽ മാത്രമാണ് മനുഷ്യന്റെ ജീവിതം. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്, മരണാനന്തരം അവൻ എന്ത് അവസ്ഥയാണ് നേടിയെടുക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി അടിമപ്പെട്ട്, പരിപൂർണമായ അടിമപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു നൽകിയത് മുഴുവൻ തിരിച്ചു കൊടുക്കുന്നത് ആര് എന്ന്, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്ത് ഒരു ജീവിത കാഴ്ചപ്പാട് സമർപ്പിക്കുവാനല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആദ്യ രൂപം, മനുഷ്യൻ രാപ്പകൽ കൊണ്ട് നടക്കേണ്ട ഏറ്റവും പ്രകടമായ ആദ്യ രൂപം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആരെങ്കിലും വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനതിന്റെ പ്രഖ്യാപനവും അതിന്റെ പ്രവർത്തനം സന്നദ്ധമായി കഴിഞ്ഞാൽ അവൻ നിർവഹിക്കേണ്ട, രാപ്പകൽ അവൻ ലൈവായി നിലനിർത്തിക്കൊണ്ടേയിരിക്കേണ്ട ഫർള് നമസ്കാരം ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങൾ, ഏറ്റവും സുപ്രധാനമായ കാര്യം അത് തന്നെയാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവസാന നിമിഷം വരെ നമസ്കാരം നമസ്കാരം. എഴുന്നേൽക്കാനൊന്നും സാധ്യമല്ലാത്ത അത്തരത്തിൽ പനി പിടിച്ച് വിറയൽ തുടങ്ങിയപ്പോഴും പ്രവാചകൻ എഴുന്നേറ്റ് ശ്രമം നടത്തുകയും സഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവസാനത്തെ തനിക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നമസ്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുവാൻ ശ്രമിക്കുകയും അവസാനം ഇനി ഒരു നിലക്കും സാധ്യമല്ല എന്ന് തോന്നിയ സമയത്ത് പ്രവാചകന് ശബ്ദമില്ലാതിരുന്നിട്ട് പോലും വീണ്ടും വീണ്ടും വിളിച്ചു ചോദിക്കുകയാണ്, ജനം നമസ്കരിച്ചോ, ജനം നമസ്കരിച്ചോ എന്ന്. അസ്വല അസ്വല എന്ന് കൽപ്പിക്കുകയും അതേപോലെ ഈ നമസ്കരിക്കുന്നവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അവർക്ക് കീഴിലുള്ളവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ വർത്തിക്കുകയും ചെയ്യാനാണ് കൽപ്പിച്ചത്. അസ്സലാം ഔമാ മലക്കത്ത് ഈമാനുഹും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് മനുഷ്യന്റെ പ്രകൃതത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന രണ്ടു തരം നമസ്കാരമുണ്ട്. ഒരു തരം നമസ്കാരം വവൈലുൽ മുസല്ലീൻ എന്ന് പറയുന്ന നമസ്കാരം. ആ നമസ്കാരമല്ല അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്. നേരെ മറിച്ച് മനുഷ്യനെ അടിമുടി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്ന നിരന്തര ശുദ്ധീകരണ പ്രക്രിയ. 5 നേരം നമസ്കരിച്ചാൽ കുളിച്ചവനോടാണ്, 5 നേരം വളരെ വൃത്തിയായി കുളിച്ചവനോടാണ് ഉപമിച്ചിരിക്കുന്നത് റസൂൽ. ആ വൃത്തിയായി കുളിച്ച ഒരു മനുഷ്യൻ 5 നേരം കുളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ളതായിരിക്കണം നമസ്കാരമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നിത്യജീവിതത്തിലെ നിരന്തരമുള്ള ആത്മപരിശോധന, ആവർത്തിച്ച് പരിശോധന നടത്തേണ്ട ഒരു മഹാസംഗതിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നേടുമാറുള്ള ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കൽപ്പനയായ നമസ്കാരം. അത് തന്നിലും കുടുംബത്തിലും സ്ഥാപിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഥ നമുക്കറിയാം. മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നമസ്കരിക്കുന്നവരായി മാറാൻ, നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ. ആ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി അവർക്ക് ഭക്ഷണവും ഉപജീവനവും ഒക്കെ കൊടുക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് നമസ്കാരം തന്നെയാണ്. അള്ളാഹുവിന് നിരന്തരം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണം അള്ളാഹു എല്ലാവർക്കും നൽകും, നമസ്കരിക്കാത്തവർക്കും നൽകും ഭക്ഷണവും വിഭവവും ഒക്കെ. പക്ഷേ അതൊക്കെ വലിയ ദുരന്തമായിട്ട് അവർക്കത് പതിക്കുകയാണ്. അവർക്കൊരു രൂപ പോലും കിട്ടിയിരുന്നില്ല എങ്കിൽ മനുഷ്യൻ അന്ത്യനാളിൽ അവസാനമില്ലാത്ത ലോകത്ത് നരകത്തിൽ കിടന്ന് വിലപിക്കേണ്ടി വരും. ഓരോ അണാ കാശിനു വേണ്ടിയിട്ടും കിട്ടിയതിന്റെ പേരിലാണ് വിലപിക്കുന്നത്. കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവൻ പണിയെടുത്തത് എങ്കിൽ അത് കിട്ടിയതിന്റെ പേരിൽ വിലപിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് കുടുംബത്തിലും തന്നിലും അത് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല വലിയൊരു വിഭാഗം ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ അകത്തും പുറത്തും. എല്ലാവർക്കും അറിയാം, നമസ്കരിക്കുന്ന ആളുകളെ കണ്ടാൽ തന്നെ അറിയാം ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന്. അല്പം നന്മയുള്ളവർക്കൊക്കെ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ അധികം ആളുകളും ഇതിനെ അവഗണിക്കുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കും. വേറെ കുറെ ആളുകൾ നമസ്കരിക്കുന്നവരുണ്ട്. അവരുടെ നമസ്കാരം സൗകര്യം കിട്ടിയാലാണ്, സൗകര്യത്തിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സൗകര്യം ഉണ്ടാക്കി നമസ്കരിക്കണമെന്ന കൽപ്പന, അല്ലെങ്കിൽ നമസ്കരിക്കാൻ പറ്റുന്ന വിധം കാര്യങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തണമെന്ന കൽപ്പന പാലിക്കാതെയാണ് അധികം ആളുകൾ, ഒരു വലിയൊരു വിഭാഗം ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ നമസ്കാരത്തെ കുറിച്ച് ഓർക്കാതെ യാത്ര പോലും തുടങ്ങാൻ പാടില്ല. ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. എന്തായിരിക്കും? അവനതിന് ആത്മവിശ്വാസം ഉറപ്പും ഉണ്ടായിരിക്കണം. കഴിയുന്നത് എപ്രകാരമാണോ അപ്രകാരം നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ യാത്ര വേണ്ടെന്ന് വെക്കേണ്ടതൊന്നുമില്ല. പക്ഷെ അവന്റെ നെയ്യത്തിൽ അതെന്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹു നിർണയിച്ചത് പ്രകാരം അതിനോട് നീതി പുലർത്തുന്ന ഒരവസ്ഥ അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇഖാമത്തു സ്വലാ, അഖീമുസ്സലാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. അതെന്ത് ചെയ്യാം? അത് കൃത്യമായി അത് സ്ഥാപിച്ച് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. അതിന്റെ അപാകതയും പോരായ്മയും വരാത്ത രീതിയിൽ അതിനെ നിലനിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിർണയിച്ചു കൊണ്ടാണ് അള്ളാഹു നിർബന്ധമാക്കിയത്. ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു തന്ന, ചെയ്ത് കാണിച്ച് ഇത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്ന ഏക കർമ്മം അതാണ് പോലും. അതേപോലെ ഈ ലോകത്ത് നിന്ന് പ്രവാചകനെ തന്നിലേക്ക് വിളിച്ച് നേർക്കുനേരെ ഏൽപ്പിച്ചു കൊടുത്ത ഏക കർമ്മവും ബാക്കിയൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ്.
പ്രവാചകനെ തന്റെ സന്നിധിയിലേക്ക്, ഇടയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അതിനനുവദിച്ചില്ല. നൽകുന്നത് ഞാൻ നൽകി, എന്താണ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് നീ കാണിച്ചു കൊടുത്തോ, പക്ഷെ നൽകുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ പ്രവാചകനെ തന്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ചിട്ട് നേർക്കുനേരെ ഏൽപ്പിച്ചു കൊടുത്ത ഏക കർമ്മം അത് നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു തീർത്തു പറഞ്ഞു, യുദ്ധവേളയിൽ പോലും, യുദ്ധം എന്ന് പറഞ്ഞാൽ പെരടിക്കൊക്കെ വെട്ടി ഭയങ്കര വല്ലാത്തൊരു ഘട്ടമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ യുദ്ധവേളയിൽ ജമാഅത്ത് നമസ്കാരം കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു. എന്നാ ഒറ്റക്ക് നമസ്കരിക്കാൻ പോലും പോലും ഒറ്റക്ക് നമസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ജമാഅത്തായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിർവഹിക്കേണ്ട. സൂറത്ത് നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. 102, 103 ആയത്തുകളിൽ അള്ളാഹു ഇത് വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ആ പഠിപ്പിച്ചതിന് ശേഷം, യുദ്ധത്തിലെ ജമാഅത്ത് നമസ്കാരം പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലിൽ മുഅ്മിനീന കിതാബൻ മഅ്ഖൂത, തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾ സമയനിർണിതമായി ചുമത്തപ്പെട്ട നിർബന്ധമായ ബാധ്യതയാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ അങ്ങനെ നിർബന്ധമായി ചുമത്തപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നത്. യുദ്ധത്തിലെ പ്രഖ്യാപനം നമസ്കാരം പഠിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ അതല്ലാത്ത വേളയിലെ കാര്യം നിങ്ങൾക്ക് തിരിയുമല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. ഈ വേളയിൽ പോലും ഇത് പഠിപ്പിച്ചതിന് ശേഷം പോലും അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാത്ത സമയത്തുള്ള അവസ്ഥ, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സൂറത്തുൻ നിസാഇലാണ് യുദ്ധത്തിന്റെ നമസ്കാരം പഠിപ്പിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് തടയപ്പെടുന്നുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നൊക്കെ തടയപ്പെടുന്നുണ്ട്. അവർക്കും ആണിനും പെണ്ണിനും ഒരേ കൂലിയാണ്. കൂലിയിൽ യാതൊരു വ്യത്യാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല. 27 ഇരട്ടി പ്രതിഫലമാണ് ഈ പള്ളിയിലെ ഇതുപോലുള്ള പള്ളികളിലെ ജമാഅത്തിന് എങ്കിൽ അത് ആണിനും പെണ്ണിനും കൃത്യമാണ്. അവർക്ക് നിർബന്ധമായിട്ടും ആ കൂലി നേടിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഫർളാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്. പക്ഷെ നമസ്കാരത്തിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ആണിന്റെ അതേ കൂലി തന്നെ. അത് മസ്ജിദുൽ അഖ്സയിലാണ് എങ്കിലും അതേപോലെ മസ്ജിദ് നബവിയിലാണ് എങ്കിലും 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറമിലും മക്കയിലും ഒക്കെ ഇതേ പ്രതിഫലം അല്ലാഹു ആണിനും പെണ്ണിനും കൃത്യമായി തന്നെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പള്ളികളിലെയും പ്രതിഫലത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് ആ ജമാഅത്ത് നമസ്കാരം അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി അതിന്റെ പുണ്യമായ അവസ്ഥയിൽ അത് ആ അർത്ഥത്തിൽ നേടിയെടുക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. വേറെ എന്ത് തന്നെ ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല. വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ അവരൊക്കെ മഹാന്മാരാണ്, അവരൊക്കെയാണ് അത്തരം സംഘങ്ങളും പാർട്ടിക്കാരും ഒക്കെയാണ്, അവരെ പോലെയാവണം എന്ന് ഖാറൂനെ നോക്കി പറയുന്നത് പോലെ പറയുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അത്തരം ആളുകൾ എന്ത് തന്നെ മലമറിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലും നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരല്ല എങ്കിൽ ശിരസിലെ തല പോയവനെ പോലെയാണ്. ഒരു മനുഷ്യന്റെ ശിരസിൽ നിന്ന് തല പോയാൽ ആ തല പോയാളെ തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. വല്ല അടയാളങ്ങളൊക്കെ കണ്ടുവെച്ച് ആ ഭാര്യയെ പോലുള്ള അല്ലെങ്കിൽ മക്കളെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട വല്ല എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ അത് നോക്കി തിരിച്ചറിയുന്ന അവർക്ക് അറിയുമെന്നല്ലാതെ തല പോയാൽ ഇവൻ ആരെന്ന് തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കും? അതേപോലെയാണ് അവന്റെ അഡ്രസ് ഇല്ല. പിന്നെ അവർ ഏത് സംഘമാണെങ്കിലും നമസ്കാരം ഇഖാമത്ത് ചെയ്യാത്ത സംഘമാണ് എങ്കിൽ, സംഘടനയാണ് എങ്കിൽ അവരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. അതുകൊണ്ട് നമസ്കാരം ഇഖാമത്ത് ചെയ്യണം. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇന്നാ മക്കന്നാഹും ഫിൽ അർളി അഖീമുസ്സലാ വആതുസ് സക്കാ. ഖുർആന്റെ ഒരു പ്രയോഗമാണ്. നാം അവർക്ക് ഭൂമിയിൽ എന്തെങ്കിലും സ്വാധീനം എവിടെയെങ്കിലും അവർക്ക് നൽകിയാൽ അവരവിടെ, അത് കുടുംബത്തിലാവാം, നാട്ടിലാവാം, മഹലിലാവാം, എവിടെയാവാം, അവരവിടെ നമസ്കാരം സ്ഥാപിക്കും. നമ്മളൊരു പ്രദേശത്ത് പോയി നമ്മൾ താമസിക്കേണ്ടി വന്നു, നമുക്ക് അവിടെ നമസ്കരിക്കാൻ സൗകര്യമില്ല എങ്കിൽ നമ്മൾ എത്ര നിസാരനാണെങ്കിലും അവിടെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. ഇതാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂല് മദീനയിലെത്തിയ ആദ്യ ഉടനെ തനിക്ക് അല്പം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലായപ്പോ സ്വന്തം വീടല്ല പ്രവാചകൻ ഉണ്ടാക്കിയത്. അവിടെ ജമാഅത്ത് നമസ്കാരത്തിന് മസ്ജിദ് നബവി എന്ന പള്ളിയാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് പ്രവാചകൻ എത്തിപ്പെട്ട മസ്ജിദ് ഖുബായില് പ്രവാചകൻ അവിടെ 4 ദിവസത്തെ താമസിച്ചിട്ടുള്ളൂ. അവിടെ പള്ളി നിർമ്മിച്ചു പ്രവാചകൻ. അതാണ് മസ്ജിദ്, ഏറ്റവും ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി. ഇതെന്താണ് മാതൃക കാണിക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും ജീവിച്ചിട്ട് അവിടെയൊന്നും പള്ളിയില്ല എന്ന് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം സ്ഥാപിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ നാട് വിടണം,
നമസ്കരിക്കാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ മാറണം. അല്ലെങ്കിൽ വാഹനം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വിദൂരത്താണ് എങ്കിലും എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമിലെ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ജമാഅത്ത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. പല ആളുകളും കഴിയുന്നത്ര പരിഗണിക്കുന്ന ഒരവസ്ഥയാണ്. കഴിയുന്നത്ര പരിഗണിക്കാന്നല്ല, കഴിവിന്റെ പരമാവധി പരിഗണിക്കണം. എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമസ്കാരത്തിന്റെ പ്രാധാന്യമുണ്ട് എന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവൻ ആദ്യം തന്നെ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വന്തം കുടുംബത്തിന് ഈ അർത്ഥത്തിൽ പ്രേരിപ്പിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രേരിപ്പിച്ച് സുന്ദരം അത് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് കുടുംബത്തിൽ നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മാത്രമല്ല നീ അതിൽ ഇസ്തിഖാമത്തുള്ള ഏറ്റവും നല്ല സ്വബറുള്ള ആളായി നീ അതിനെ മാറുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ശരീരത്തിന്റെ കാര്യത്തിൽ, മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ, ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ഉറപ്പുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അർത്ഥത്തിൽ പോഷകങ്ങളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഗർഭാശയ സന്ദർഭത്തിലും അവനെ പ്രസവിച്ചതിന് ശേഷവും ഏറ്റവും നല്ല പരിചരണം അവന്റെ ശരീരത്തിന് കിട്ടേണ്ടതുണ്ട്. അതിനെ ഏറ്റുവാങ്ങുന്ന ഏറ്റവും നല്ല ഏറ്റവും വലിയ സംവിധാനത്തിലാണ് അവന്റെ പ്രസവമൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ഈ മാതാവിന് ഒരുപാട് അനുഗ്രഹീതമാവിധം ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇവന്റെ ഉൾപ്പെടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു. തുടർന്ന് അവന്റെ കേജ് മുതൽ അവന്റെ സംസാരവും അവന്റെ ശേഷിയും ഒക്കെ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അവന്റെ നടത്തവും അതുപോലുള്ള അങ്ങനെ അവസാനം പഠിപ്പിച്ച് അവന്റെ വിവാഹവും പാർപ്പിടവും കുടുംബവും ജോലിയും സുരക്ഷിതത്വവും എല്ലാം അവൻ ഉറപ്പുവരുത്തുന്നു. പക്ഷേ അവന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? അവന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ഓരോ സമയവും അവന് ഭക്ഷണം കിട്ടുന്നേ ഉറപ്പുവരുത്തുമെങ്കിൽ അവന്റെ കാര്യത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. ഈ നമസ്കാരം പോലും കൃത്യതയോടുകൂടി ഉറപ്പുവരുത്തുന്നില്ല. ചിലപ്പോ പ്രയാസം ഉണ്ടാവും. മോനെ നമസ്കരിക്കാൻ പറ്റില്ലേ? പറ്റണം കേട്ടോ, പറ്റണം, നീ അവസരം നമസ്കരിച്ചോ. മാരും ചിലപ്പോ വെറുപ്പിക്കലായിട്ട് തന്നെ തോന്നും. അവൻ നമസ്കരിക്കുന്നത് വരെ, ഉറപ്പാവുന്നത് വരെ ചോദിച്ചു കൊണ്ടിരിക്കണം. അവൻ വെറുപ്പ് പ്രകടിപ്പിക്കും. വാപ്പയ്ക്ക് ഏത് സമയത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അസ്വസ്ഥ പ്രകടിപ്പിക്കും. വാപ്പയ്ക്ക് ഒരു പക്ഷെ ഫോൺ ചെയ്യാതിരിക്കും, എങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് പറയണം. ആ പിതാവിനെ പിന്നീടെങ്കിലും അവൻ തിരിച്ചറിയും. എന്റെ വാപ്പ എന്ന് പറഞ്ഞ് നെഞ്ചു പിടഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ട് ഖബറകത്ത് വരണമെങ്കിൽ, മയ്യത്ത് നമസ്കരിക്കുന്നവനായവൻ മാറണമെങ്കിൽ ഈ പിതാവ് ആരോഗ്യത്തോടുകൂടി സ്വന്തം നമസ്കരിച്ചു കഴിഞ്ഞതുകൊണ്ട് സാധ്യമല്ല കൂട്ടരെ. അത് സ്വന്തം നമസ്കരിക്കുന്നുണ്ടാവും, വിക്റും ദുആകളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. പക്ഷെ സ്വന്തം കുടുംബം കൃത്യമായി അതിനോട് നീതി പുലർത്തിയോ എന്ന് ഉറപ്പുവരുത്താത്തവന്റെ നമസ്കാരം അല്ലാഹുവിൽ സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അഹിരീക്കുമെന്ന് അല്ലാഹു ചേർത്ത് പറഞ്ഞത്. രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടേ പറ്റൂ. നീ ഒറ്റക്കങ്ങ് രക്ഷപ്പെടാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയും വാഹനവും വിദ്യാഭ്യാസവും ജോലിയും വിവാഹവും ഒക്കെ ഉറപ്പുവരുത്തിയിട്ടും അവന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ നമസ്കാരത്തിൽ വീഴ്ച വന്നാൽ എല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ ആവുമെന്ന്, അതുകൊണ്ട് മാഞ്ഞു പോവുള്ളൂ. അല്ല, അത് വലിയ ദുരന്തമായി മാറും. ഇവന്റെ ജോലിക്ക് കൊടുത്തതും അവന് പഠിപ്പിച്ചതുമൊക്കെ വിപരീത ഫലം ചെയ്യും. നീ ആർക്കാണ് ഇത് കൊടുത്തത് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് നിന്റെ മരണവേളയിൽ പോലും നബി സല്ലല്ലാഹു പറഞ്ഞു, നിന്റെ പ്രാർത്ഥന പോലും അവന് പാടില്ല, അംഗീകരിക്കില്ല, ഞാൻ പാടില്ല. കാരണം എന്താണ്? ജീവിച്ചിരിക്കുമ്പോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അവൻ അങ്ങനെ ആക്കി തരണേ, നമസ്കരിക്കുന്നവനാക്കി മാറ്റിത്തരണേ. പക്ഷെ മരണവേളയിലുള്ള ആ സമയത്തുണ്ടല്ലോ പ്രാർത്ഥന, നീ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് നീ ജാഹിലുകളിൽ പെട്ടുപോകരുത്. അവനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീ ജാഹിലുകളിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇത് എടുത്തു പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ എത്ര ഗൗരവമുണ്ട് നമസ്കാരത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമസ്കാരവും നോമ്പും അതേപോലെ സക്കാത്തും ഹജ്ജും അതേപോലെ ഇസ്ലാമിക പ്രവർത്തനവും വിവാഹവും കുടുംബജീവിതവും ജനനവും മരണവും ഭരണവും ഒക്കെ സംഘടിതമായിട്ടാണ് ഇസ്ലാം കൽപ്പിച്ചത്. ഒറ്റക്കൊറ്റക്കൊരു നമസ്കാരം ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒറ്റക്കൊറ്റക്കൊരു നമസ്കാരം ഇസ്ലാമില് ഇല്ല. കാരണം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിതമായിട്ടാണ്. നമുക്കറിയാൻ സാധിക്കും, നമസ്കാരം ജമാഅത്ത് നമസ്കാരമാണ് ഇസ്ലാം. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഒന്നിച്ചു വന്ന് നമസ്കരിക്കണം. എന്നിട്ട് അതിന് എത്ര ഇരട്ടി പ്രതിഫലം. സലാത്തുൽ ജമാഅത്തി അഫ്ദൽ മിൻ സലാത്തുൽ ഫർദി ബി 27 ദറജ. ഒറ്റക്കുള്ള നമസ്കാരം നിർബന്ധിതാവസ്ഥയിൽ വേണ്ടി വരും.
അത് മനുഷ്യർ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ ഒറ്റക്ക് അവൻ നമസ്കരിച്ചതിനേക്കാളും 27 തവണ സാധാരണ പള്ളിയിൽ 27 തവണ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു അതിന് വെച്ചിട്ടുള്ളത്. അതിനെ ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നവൻ, അവഗണിച്ചവൻ, അവനല്ല മാതൃക. നേരെ മറിച്ച് അവൻ കാത്തിരുന്ന് ആ നമസ്കാരത്തെ പരിഗണിച്ചവനാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്. നോമ്പും ഒറ്റക്ക് സംഘടിതമായിട്ട് വേണം, സക്കാത്ത് സംഘടിതമായിട്ട് ഉള്ളൂ. അത് ഒറ്റക്ക് കൊടുക്കാൻ ഒരാൾ ശ്രമിച്ചപ്പോഴാണ് ഒരു സംഘം തന്റെ നാട്ടിൽ സംഘടിതമായി തന്നെ ഒന്ന് വേർപ്പെടാൻ സംഘടിത സംവിധാനത്തിൽ നാട്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കാഫിറുകളായി യുദ്ധപ്രഖ്യാപനം നടത്തി കൊന്നൊടുക്കി അവരെ. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിശ്വാസി, ഒന്നാമത് പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന അബൂബക്കർ റളിയല്ലാഹു ചെയ്തത് അതുകൊണ്ടാണ്. അതേപോലെ ഹജ്ജ് അങ്ങനെ തന്നെ ഉള്ളൂ, ഇസ്ലാമിക പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. സംഘടിതമായി നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ സംഘടിച്ചിട്ട് വേണം മുറുകെ പിടിക്കുവാനെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം ഒറ്റയ്ക്കൊരു വിവാഹമില്ല, 4 ആളുകളെങ്കിലും ചുരുങ്ങിയത് സാക്ഷിയായിട്ട് സംഘം ചേർന്ന് അതിന്റെ നിബന്ധന വെച്ചിട്ടാണ് വിവാഹം നടത്തേണ്ടത്. അപ്പോഴേ വിവാഹമാവുകയുള്ളൂ. മാത്രമല്ല ബന്ധപ്പെട്ടവർക്കൊരു സൽക്കാരം എന്ന കോലത്തിൽ നടത്തുവാൻ അത് സുന്നത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേപോലെ കുടുംബ ബന്ധം അത് ചേർന്ന് തന്നെ നിൽക്കണം, സംഘടിച്ച് തന്നെ നിൽക്കണം. ഏതെങ്കിലും ഒരുത്തൻ അതിൽ നിന്ന് തെറ്റിപ്പോവുകയോ ബോധപൂർവ്വം മാറിപ്പോവുകയോ ചെയ്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല, കുടുംബ ബന്ധം മുറിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേപോലെ ജനനം എന്ന് പറയുന്നത് അവന് എവിടെയെങ്കിലും പ്രസവിച്ച് എന്തെങ്കിലും ആവാൻ അനുവദിക്കുന്നല്ല ഇസ്ലാം. പരിചരണത്തോടുകൂടി കുടുംബം സന്തോഷത്തോടുകൂടി വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവണം. എന്നിട്ട് അവൻ ബാങ്കും ഇഖാമത്തും അവന്റെ അതേപോലെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ, ആ കർമ്മങ്ങളൊക്കെ കൂടി അവൻ സംഘടിതമായി ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ഒരു മനുഷ്യന്റെ ജനനം നടക്കേണ്ടത്. അതേപോലെ തന്നെ മരണം സംഘടിതമായിരിക്കണം. ആരെങ്കിലും ഒരു വിഭാഗം ആളുകൾ ആ മയ്യത്തിനോടുള്ള ബാധ്യത ഒന്നെന്താണ്, 4 ബാധ്യതകൾ ഒരു മയ്യത്തിനോടുണ്ട്. ആ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നമസ്കരിക്കുകയും കബറടക്കുകയും ചെയ്യുന്ന 4 ബാധ്യത. ഈ ബാധ്യത സംഘടിതമായി ഒരു സംഘം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഖുർആൻ ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണം പോലും സംഘടിതമായ അവസ്ഥയിലായിരിക്കെ ഇസ്ലാമിനെ മൊത്തം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും തീർത്തു പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, സംഘടിതമായിട്ടല്ലാതെ ഇസ്ലാമില്ല എന്ന് പറയുകയുണ്ടായി. അതേപോലെ ലാ ജമാഅ ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വം ഉണ്ടായിട്ടില്ലാതെ സംഘടന ഇല്ല എന്ന് പറഞ്ഞു. നേതൃത്വവും സംഘടനയൊന്നും വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലാ ഇമാറ ഇല്ലാ ബിൽ ഇത്താഅ, ബൈഅത്ത് ചെയ്തുകൊണ്ടല്ലാതെ ഇമാറത്തുമില്ല, ബൈഅത്ത് ചെയ്യണം. നേതൃത്വമാണ് ഞാൻ ശരിവെച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് പോകുന്ന രീതിയിൽ നമ്മൾ നടന്നാൽ പോരാ. എവിടെയാണ് നേതൃത്വം? അതുകൊണ്ടാണ് അബ്ദുല്ലാ മൗദൂദിയൊക്കെ സംഘടിത സംവിധാനത്തെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒന്നുകിൽ നിങ്ങൾ ഇത്തരം സംഘടനകൾ ഇസ്ലാമിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന സംഘടിത സംവിധാനത്തിൽ ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല സംഘടനയുണ്ടോ, ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടെത്തണം, എന്നിട്ട് അതിൽ പോയി നിങ്ങൾ അണിചേരണം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കണം. ഇതല്ലാത്തൊരു ഓപ്ഷൻ ഇസ്ലാമിക പ്രവർത്തനത്തിനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. ഇതില്ലാതെ ഈ സംഘടിത സംവിധാനം രൂപപ്പെടുത്താതെ ഈ അർത്ഥത്തിലുള്ള പരിപൂർണമായ ഒരു ഇസ്ലാമിന് സംവിധാനം ഒരുക്കാതെ ഞാനെങ്ങാനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ടൊന്നും അവന് കണ്ടുമുട്ടുക സാധ്യമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കാര്യങ്ങളെ കാണണം, അതല്ലാതെ ഇസ്ലാമില്ല എന്ന് പറഞ്ഞ് സംഘടിത സംവിധാനത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സംഘടിത സംവിധാനത്തിൽ നിന്ന് അല്പം ഒന്ന് കുതറിയാൽ നമസ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അമാ യഹ്സല്ലദീന യർഫഉ റഅസഹു ഖബ്ലൽ ഇമാം, ഇമാം ഉയരുന്നതിന് മുമ്പെങ്ങാനും ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തലപൊക്കിയാൽ ഇമാം ഉയരുന്നതിന് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഇമാം ഉയരുന്നതിന് മുമ്പെങ്ങാനും നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ അവന്റെ തല പൊക്കി കഴിഞ്ഞാൽ അവന്റെ സ്ഥിതി എന്താണ്? മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അവന്റെ തല കഴുതയുടെ തലയാക്കി മാറ്റപ്പെടുന്നത് അവൻ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്രത്തോളം കൃത്യമാണ് ഇസ്ലാമിന്റെ. പക്ഷേ അധിക ജനങ്ങളും ഇതൊന്നും മനസ്സിലാക്കാതെ തോന്നിയതുപോലെ നടന്നാൽ തന്നെ സ്വർഗം ഉറപ്പാണ് എന്ന് വിചാരിച്ചു കളയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധിക
ജനങ്ങളുടെയും അവസ്ഥ. അള്ളാഹുവിലും അന്ത്യനാളിലുമൊക്കെ വിശ്വസിച്ചു എന്ന് പറയുന്ന അധിക ജനങ്ങളും വമാഹും ബിമുഅ്മിനീന, മുഅ്മിനുകളല്ല, അവർ മുഅ്മിനുകളല്ല എന്ന് തുടക്കം മുതൽ ആരംഭം മുതൽ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തും പുറത്തു വരുന്ന ഒരു റബ്ബാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നിബന്ധന വെച്ചിട്ട് വിശ്വാസം പൂർത്തീകരിച്ചിട്ട് മാത്രമേ എന്തും പുറത്തു കൊടുക്കുകയുള്ളൂ. അല്ല എങ്കിൽ അവർക്ക് ഒരു നിലക്കും പുറത്തു കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞിരിക്കുന്നത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്നാണ്, അതികഠിനമായി പിടികൂടുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ ഓരോ സംവിധാനവും റബ്ബ് സുബ്ഹാനഹു വതആല ശരിയാക്കി വെച്ചിരിക്കുന്നത് സംഘടിത സംവിധാനമായിട്ടാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു എന്നാണ്. ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ പോലും നിർബന്ധിത സാഹചര്യത്തിൽ മനുഷ്യൻ ഒറ്റക്ക് നമസ്കരിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും അവൻ പറയേണ്ടത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ, നിനക്ക് മാത്രം ഒറ്റക്ക് പറയണം, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതേപോലെ തന്നെ നഅ്ബുദു വ നസ്തഈൻ എന്ന് പറയും. അതേപോലെ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാ പറയേണ്ടത് ഒറ്റക്കൊരാൾ നമസ്കരിക്കുമ്പോൾ പോലും. കാരണം സംഘടിത സംവിധാനമായിട്ട് നമസ്കാരമുള്ളൂ എന്നാണ് അള്ളാഹു, അതാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളെ നീ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറയണം. ഞങ്ങളുടെ നാഥ നിനക്ക് സ്തോത്രം, ഞങ്ങളുടെ നാഥ എന്നാണ് അവൻ പറയേണ്ടത്. അതേപോലെ അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സദ്പുത്രായ എല്ലാ അടിമകൾക്കും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവണമെന്നാണ്. അള്ളാഹു ഞങ്ങൾക്കും, ഞങ്ങളാണ് അവിടെ ഞങ്ങൾ എന്ന് പറയാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വർക്കഉ മഅർ റാക്കിഈൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ റുകൂ ചെയ്യുന്നവരോടൊപ്പം റുകൂ ചെയ്യുന്ന, ഒറ്റക്ക് റുകൂ ചെയ്യാനല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരം അതിന്റെ പ്രാധാന്യം എല്ലാ കർമ്മങ്ങളും വിളിച്ചോതുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ബാങ്ക് കേൾക്കുന്ന ദൂരമാണ് എങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന അവസ്ഥ നിനക്കുണ്ട് എങ്കിൽ അവൻ പള്ളിയിലെത്തണമെന്ന് അന്ധനോടാ പറഞ്ഞിരിക്കുന്നത്. കണ്ണുള്ളവന്റെ സ്ഥിതി എന്താണ്? വാഹനങ്ങളില്ലേ, ബൈക്കില്ലേ, അവന് പല സംവിധാനങ്ങൾ, അവന്റെ ആവശ്യത്തിനാണ് എങ്കിൽ നട്ടപ്പാതിരാക്ക് 3-3:30 എഴുന്നേറ്റിട്ട് ഏത് കളിയും കാണാൻ അവൻ സന്നദ്ധമല്ലേ? എന്തേ തഹജ്ജുദ് അവൻ കഴിയാതെ പോയത്? അള്ളാഹു അവന് വിപരീത ദിശയിലേക്ക് ഇത്തരം കളികളെ കൊണ്ടുവരുമെന്നുള്ള മനസ്സിലാക്കേണ്ടതുണ്ട്. കളിയെ വിമർശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കളി കാണണം, അതിനൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതിന്റെ ഫാൻസും അസോസിയേഷനും ഒക്കെ ആവാം. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോയി അള്ളാഹുവിന്റെ വിളിക്ക് മുട്ടിലെഴഞ്ഞിട്ടാണെങ്കിലും അവർ പോകുമെന്ന് പറഞ്ഞ ആ നമസ്കാരത്തിന് പോകുന്നില്ല എങ്കിൽ അവൻ രാപ്പകൽ ആ വീടകത്ത് കിടന്നിട്ട് അവൻ വിപരീത സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കും ഭാര്യക്കും കുട്ടികൾക്കും അയൽവാസികൾക്കും പള്ളിയിലുള്ള ജമാഅത്ത് നടത്തുന്ന മുഴുവൻ ആളുകൾക്കും എതിരെ അവൻ സാക്ഷ്യം വഹിക്കുകയാണ്. നിന്റെ നമസ്കാരമുള്ളൂ, നിങ്ങളുടേതൊക്കെ എനിക്ക് എന്റെ സൗകര്യമാണ്, അല്ലാഹു അക്ബർ എന്നൊന്നും എനിക്ക് യാതൊരു വിലയുമില്ലാത്ത കാര്യമാണ്. ഞാൻ നമസ്കരിക്കും. മുനാഫിക്കിന്റെ നമസ്കാരം എല്ലാ ദിവസവും 4 കൊത്തുകൊത്തി നമസ്കരിക്കുന്ന നമസ്കാരമുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നേരം വെളുത്തതിന് ശേഷം അവന്റെ സൗകര്യം അനുസരിച്ചുള്ള ആ നമസ്കാരമുണ്ടല്ലോ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. മറിച്ച് ഈ വിളിക്ക് അള്ളാഹുവാണ് വിളിച്ചത് എന്ന് മനസ്സിലാക്കി പള്ളിയിൽ ഹാജരായി നമസ്കരിക്കുന്നവർക്ക് മാത്രമാണ് അവരുടെ കാര്യമേ അള്ളാഹു ഏൽക്കുകയുള്ളൂ. ഏതോ ഒരു ദിവസം ഇവൻ കിടന്നിട്ട് അവിടുന്ന് ചക്രശ്വാസം വലിച്ച് ഈ ലോകത്തോട് വിട പറയും. അവനെ നേരെ നരകത്തിലേക്ക് ഇടുന്നതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ വിളിയാളം വന്നിട്ടും ആ ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വരാത്തവനെ അവന്റെ കുടുംബത്തോടു കൂടി അവനെ ചുട്ടരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കാരണം അവൻ എവിടേക്കാണ് അവൻ പോകുന്നത്? അവൻ മക്കളും കുടുംബസമേതം അവൻ എവിടേക്കാ പോകുന്നത്? അവന് സുബഹിക്ക് തന്നെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാതെ കാറും വീടും സൗകര്യങ്ങളും ഫാനും AC-യും ഒക്കെ വെച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന ആളുകൾ വരെ, ബൈക്കും വണ്ടിയും ഒക്കെ ഉണ്ടായിട്ടും അവർ ഏത് ലോകത്ത് എവിടെ വേണമെങ്കിലും എത്തിയിട്ടും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാത്തൊരു ദിവസം അവൻ ഇവിടുന്ന് മടങ്ങും. അങ്ങനെ മടങ്ങുന്ന ദിവസം അവനെ വിശുദ്ധമായ ആത്മാവെന്ന് വിളിക്കാൻ മലക്കുകൾക്ക് പറ്റില്ല. കൂട്ടരെ, പറ്റാത്ത ഒരു കാര്യം അവിടെ നടത്താൻ വേറൊരു കൂട്ടരോട് ശുപാർശ ചെയ്യുമെന്ന് വിചാരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അവരൊക്കെ ശുപാർശയുമായി വന്ന് അവരൊക്കെ മയ്യത്ത് കുളിപ്പിച്ച് നമസ്കരിക്കുന്നതിന് മുമ്പ് റൂഹിനെ ശിക്ഷയുടെ മലക്കുകൾ കൊണ്ടുപോയി നരകത്തിലേക്ക് ആപതിച്ചിരിക്കും. ഈ ലോകത്ത് വെച്ച് തന്നെ നമസ്കാരക്കാരന്റെ ശിക്ഷ എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു
അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ കാണിച്ചു കൊടുത്ത റബ്ബാണ് റബ്ബ് എന്ന് പറയുന്നത്. അതാണ് സ്വർഗ നരകങ്ങൾ കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ആദ്യം കണ്ട കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ഒരു പാറപ്പുറത്ത് മനുഷ്യരെ കിടത്തുന്നു. എന്നിട്ട് ആ പാറപ്പുറത്ത് വലിയൊരു പാറ മറ്റൊരു പാറ അവന്റെ ശിരസിലേക്ക് ആഞ്ഞു പതിക്കുന്നു. അങ്ങനെ അവന്റെ ശിരസ് ചിന്നിച്ചെതറി അവന്റെ ഉടലിൽ കടന്ന് പിടക്കുന്ന രംഗം കണ്ടപ്പോ പ്രവാചകൻ മുഖം തിരിക്കുകയും ജിബ്രീലെ ആരെയാണ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ വിശദീകരണം കൊടുക്കുകയാണ്. അള്ളാഹു വിളിച്ചിട്ടും ആ വിളിക്ക് ഉത്തരം ചെയ്യാതെ സ്വർഗ്ഗ നമസ്കാര വേളയിൽ പോലും അവൻ ഉത്തരം ചെയ്യാതെ കഴിച്ചു കൂട്ടിയവരാണ് അവർക്ക് വേണ്ടിയുള്ള ശിക്ഷ ഇതാണ് പ്രവാചകരെ ഏറ്റവും അതിനേക്കാളും വലിയ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമസ്കാരത്തിന്റെ വൈലെന്ന ചെരു ഇതിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ നല്ല ബോധവാന്മാരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല ബോധവാന്മാരാവാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് പറ്റാത്ത ബിസിനസ് ഒഴിവാക്കണം. സുബഹിക്ക് ഉത്തരം പറയാത്ത പറ്റാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒഴിവാക്കിയിരിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കുടുംബത്തോടുള്ള കൽപ്പനയാണ്. നമ്മളോടുള്ള കൽപ്പനയാണ്. ഇതിന് പറ്റാത്ത എന്താണോ ഉള്ളത് അത് ഒഴിവാക്കിയിരിക്കണം. അങ്ങനെ പറ്റുന്ന ഒരു തരത്തിൽ പള്ളിയില്ലെങ്കിൽ അവിടെ പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. ഞാൻ നിസ്സാരനാണ്, പക്ഷെ അള്ളാഹു വലിയവനാണ്. ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അതിന് പടിയെടുക്കണം. അങ്ങനെയാണ് ഭൂമുഖത്തെ പല പള്ളികളും ഉണ്ടായത്. നമുക്കും അള്ളാഹു അതിന് അവസരം തരും. ഇതല്ലാത്തൊരു ഓപ്ഷൻ അള്ളാഹു വെച്ചിട്ടില്ല നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കണ്ട് അതിനോട് പ്രതികരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.